ഈ ഗോമസ് എന്നുള്ള പേര് തന്നെ ഫേക്കാണ്. വിശ്വത്തിന് ഇയാളുടെ യഥാർത്ഥ പേരോ ഒറിജിനോ നാടോ ഇപ്പോ താമസിക്കുന്ന സ്ഥലമോ ഒന്നും അറിയില്ല. ആഗസ്റ്റ് 1 ഹോട്ടൽ ജാസ് റൂം നമ്പർ 712 വെച്ച് 20 ലക്ഷം രൂപ ഇൻ ക്യാഷ് വിശ്വം ഗോമസിനെ ഏൽപ്പിക്കുന്നു. 15 ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി KGRനെ അസാസിനേറ്റ് ചെയ്യും. എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാറിന് അറിയാം. ഈ വിശ്വം ഇപ്പോഴും എവിടെയാണ്? ഹീസ് അണ്ടർ കസ്റ്റഡി. You have done a good work, Mr. Perumal. I hope I will get a good news from you soon. Thank you. Sir, ഇവരിതൊക്കെ പല ഹോട്ടലിൽ നിന്നായി മോഷ്ടിച്ചതാ. ഇവരുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞില്ലേ? യെസ് സർ. ഞാനൊരു കൊണ്ടുപോയിക്കോട്ടെ? ശരി സർ. അടോ നടക്കടാ. എവിടേക്കാ ഞങ്ങൾ കൊണ്ടുപോണേ? സാർ എന്തിനാ ഉപദ്രവിക്കുന്നത്? മര്യാദക്ക് പറഞ്ഞാ പോരെ? നടക്കുമോളെ. മുറിയിൽ പ്രവേശിച്ചു. ആ ആളും വേറൊരാളും കൂടെ. ആ ആളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിൽ ഒരുപാട് രൂപയുണ്ടായിരുന്നു. അയാൾ ആ രൂപ മുഴുവൻ പെട്ടിയോടെ മറ്റേ ആളിന് കൊടുത്തു. എന്നിട്ട് ആ ആളിന്റെ സുഹൃത്ത് 15 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞു. അയാളെ ശരിക്കും ഓർമ്മയുണ്ടോ? ഇതാണോ രൂപ കൊടുത്തയാള്? അതെ. ഇതിലേതുപോലെ ഇരിക്കും അയാളുടെ കണ്ണുകൾ? ഇതുപോലെ ഇരിക്കും. E8. മൂക്കോ? മൂക്ക് ഇതുപോലെ ഇരിക്കും. എത്ര? N3. ഏതാണ്ട് ഇതുപോലെയാണ് സാർ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കണം. യെസ് സാർ. സാർ, അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കാണിച്ച്. ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ. അത് തന്നെ, അങ്ങനെ തന്നെ. എന്താ? CM ഉണ്ടോ? ഉണ്ടല്ലോ.
കാണണോ? ഇതൊന്ന് ഫിലപ്പ് ചെയ്താ. വേണ്ട, ചില വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരിക. പേര് സക്കറിയ. അത് ശരി, ബിസിനസ്സുകാരനാണ്. അതിന്റെ കൂടെ ചില സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ശരി. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്, പ്രായമായവർക്ക് വേണ്ടി, ഈ ചെഷയർ ഹോം പോലെ. അപ്പോ അതിന്റെ തറക്കല്ല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാ ഡേറ്റ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ എന്ന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് അസംബ്ലി, 4-ന് അസംബ്ലി, 5-ന് അസംബ്ലി, 6-ാം തീയതി. 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ടാഗൂറിൽ എക്സ് സർവീസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാ നമ്മുടെ സ്ഥലം? മാവേലിക്കര. അന്ന് വൈകുന്നേരം 8 മണിക്ക് കായംകുളത്തൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. അന്നും നടക്കില്ല. 7-ാം തീയതി. 7-ാം തീയതി ആണെങ്കിൽ നോ പ്രോബ്ലം. അത് മതി. പിന്നെ നിങ്ങൾ നേരിട്ട് CM-നെ കണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം. ഓ ശരി. എന്റെ 2-3 സുഹൃത്തുക്കൾ ഹോട്ടലിലുണ്ട്. ഞാൻ അവരുമായി വൈകിട്ട് വന്നിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്ന് മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു. അതിന് തന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തു ചെയ്യാം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യ? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്. അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, VIPസിനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ. തലവേദനയോ? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശടിച്ചാൽ എന്ത് ചെയ്യും? ഓ അത് ശരി, സെക്യൂരിറ്റി പ്രശ്നം. അതിന് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ. സാറെന്താ ഈ വഴിക്ക് പ്രത്യേകിച്ച്? നത്തിങ് സാർ. പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറൊന്ന് നിർബന്ധിച്ചുകൊണ്ടാ രണ്ടുപേരെ ഡ്യൂട്ടിക്കിടാൻ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്ക് ആളില്ല, അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സാർ, അറ്റ്ലീസ്റ്റ് വീട് സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ സാർ. ശരി, താനെവിടെ പോകുന്നു? താനവിടെ നിൽക്കണു. സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സാർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ്. സർ, പാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ 2 ചായ ഇരിക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്തൊരു ഏറെറിഞ്ഞു പാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. വേണ്ട, ഇതൊക്കെ ആരോർക്കാനാ നീ? ഇപ്പോഴേതില്ല? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ? അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള തുറക്കല്ലേ എന്ന് പറ. 12-ാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് പിക്കറ്റിങ്ങിന് നിങ്ങള് നാളെ വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ. ലാത്തി കൊണ്ടൊരു അടി. 84-ലെ ട്രെയിൻ തടയിൽ നിന്ന്. കഴുത, മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുവിട്ടാ ഞാൻ എന്ത് ചെയ്യും? ആളും തരവൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. ആ അത് പോട്ടെ. ഫാമിലിയൊക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? ആ, സുഖം തന്നെ. അവരൊക്കെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. അങ്ങനെ ഒന്നും വേണ്ട. ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര അടമന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമൾ എങ്ങനാ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്? നിങ്ങൾ തമ്മില് കുഴപ്പമൊന്നുമില്ല. നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
അത് പിന്നെ ഏതിലായില്ലാത്തത്? കഴുത്തുമുട്ടം ഗ്രൂപ്പുമായിട്ടോ? പഴയ താപ്പാനകളല്ലേ. ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രുചിച്ചിട്ടില്ല. അതിന്റെ മുറുമുറുപ്പുണ്ടാവും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവേ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ. പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു കുക്ക കേട്ടോ. വല്ലപ്പോഴും വന്നാൽ ഞാനില്ലേലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ. അവൻ പോലീസുകാരനായി, ഞാൻ മുഖ്യമന്ത്രിയായി. ഞാൻ വരട്ടെ. ശരി ശരി. എന്നാ നമുക്കെല്ലാം തുറന്നു പറയാം സാർ. പറയാം. ഒന്നുകിൽ ഈ അസാസിനെ കുറിച്ച് വ്യക്തമായ രൂപം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ പിടിയിൽ അകപ്പെടണം. അതല്ലാതെ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കില്ല. പെരുമാൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്ലോട്ടിന്റെ പിറകിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെല്ലാം പ്രബലരാണ്. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുമില്ല. അങ്ങനെയിരിക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു മുഖ്യമന്ത്രിയെ എത്ര നാൾ ഒളിപ്പിച്ചിരുത്താൻ സാധിക്കും? ഇനി നമ്മൾ പുറത്തു വിട്ടു എന്നിരിക്കട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ 100 പഴുതുകളുണ്ടാവും. അവസാനം മുഖ്യമന്ത്രിക്ക് ചീപ്പ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയും. ഹലോ, യെസ് സ്പീക്കിംഗ്. യെസ്, ഓ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വെങ്കടേഷ്. തമിഴ്നാട് ഐ ജി മിസ്റ്റർ വെങ്കടേഷ് ആണ് വിളിച്ചത്. എന്താണ് സാർ? ആ തേവർ 1-2 ദിവസത്തിനകം മദ്രാസിലെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ 1-2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഒരു ഹോട്ടൽ വെച്ചൊരു വിദേശി കൊല്ലപ്പെട്ടു. അതൊരു പ്രൊഫഷണൽ വർക്കാണോ എന്നവർ സംശയിക്കുന്നു. നമ്മൾ ഗോമസിന്റെ സിഗ്നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് അയച്ചു കൊടുത്തില്ല. ആ വിദേശി കൊല്ലപ്പെട്ട ദിവസം അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ എതിരിലുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മേത്തായുടെ സിഗ്നേച്ചറുമായി അതിന് സാമ്യമുണ്ടെന്ന്. നിങ്ങൾ അവിടം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? സാർ പേടിക്കണ്ട. നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. ബെറ്റർ യു ഗോ ബൈ ടുഡേസ് ഫ്ലൈറ്റ്. ശരി സാർ. മിസ്റ്റർ പെരുമാൾ സാർ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരിക്കാം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ. യെസ് സാർ. രഹസ്യങ്ങളായി സൂക്ഷിക്കണം. യെസ് സാർ. സാർ, ആ 4th ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നാണ് ബോഡി വീണത്. ദാ ഇവിടെ. ദാ ആ ഹോട്ടലിലെ അതേ ഫ്ലോറിലുള്ള ആ വിൻഡോയിൽ നിന്നാണ് ഫയർ ചെയ്തിട്ടുള്ളത്. Martin, give it. இந்த புல்லட் தான் அவன் யூஸ் பண்ணிருக்கான். ரேர் வெரைட்டி. Bring those photostats. Sir. இந்த ஊர்ல அவன் மேத்தா, உங்க ஊர்ல கோமஸ். Mr. Perumal. Yes sir. Let me go. I have got some urgent work. Martin will assist you. அவன் உங்க ஊர் தான். അറിയാം സാർ. താങ്ക് യു സാർ. സാർ, എക്സ്ക്യൂസ് മീ സാർ. വാട്ട് എവർ ഐ ടോൾഡ് യു ഷുഡ് ബി കെപ്റ്റ് ആസ് എ സീക്രട്ട്. மிஸ்டர் பெருமாள், எனக்கு போலீஸ்ல 15 இயர்ஸ் சர்வீஸ். எதை வெளியில சொல்லலாம், எதை சொல்லக்கூடாதுன்னு எனக்கு நல்லாவே தெரியும். പ്ലീസ് കം. എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഈ പോലീസും പട്ടാളമൊക്കെ? അതെ, നോർമൽ സെക്യൂരിറ്റി മാത്രമാണ് സർ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്.
ആശംസിക്കുന്നതിനായി ശ്രീമാൻ VT ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് സ്വാഗത പ്രസംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണിന്ന്. ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് ക്രിയാത്മകമായ പല കാര്യങ്ങളും അസോസിയേഷന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ യൂണിറ്റുകളെല്ലാം തന്നെ ഇക്കൊല്ലം ലാഭത്തിലാണ് ഓടുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പടക്കളത്തിൽ മാത്രമല്ല, ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് നിർണായകമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്തൃ സാധനങ്ങൾ സ്വകാര്യ പുസ്തക മുതലാളിമാർ നൽകുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റുവരുന്നത്. സേവനത്തിന് കൂടുതൽ പ്രാധാന്യവും ലാഭത്തിന് കുറച്ച് പ്രാധാന്യവും മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ്. ഉയർന്ന ജീവിതത്തിനും ശ്വാസം മുട്ടുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരാൻ നമ്മുടേതുപോലുള്ള പ്രചരണ സംഘങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെല്ലാം വിജയത്തിന്റെ രഹസ്യം മറ്റൊന്നുമല്ല, വർഷങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള അച്ചടക്കം. നാട്ടിലുള്ള മറ്റു പല പൊതുമേഖലാ സമരങ്ങളുടെ പരാജയ കാരണവും അച്ചടക്കമില്ലായ്മയും തന്നെയാണ്. സർക്കാർ തലത്തിൽ വിമുക്ത ഭടന്മാർക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ കൂട്ടണമെന്നും മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് കൂടി വിമുക്ത ഭടന്മാരെ പരിഗണിക്കണമെന്നും ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. മിലിറ്ററി ടൈപ്പ് ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ വരുത്താൻ കഴിയുമെങ്കിൽ അത് പ്രവർത്തനം വർദ്ധിപ്പിക്കും, ഉത്പാദനം വർദ്ധിപ്പിക്കും, ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും, വില കുറയ്ക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയക്കുറവ് മൂലം പരിപാടിയുടെ അവസാന ഇനമായ സമ്മാനദാനം ആദ്യം തന്നെ നിർവഹിച്ച ശേഷം അദ്ദേഹം കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു.